വിശേഷണം വരും മുമ്പേ തന്നെ കേരളത്തിന്റെ മണ്ണിൽ സ്വന്തമായി ഒരു ആരാധക വൃന്ദത്തെ കെട്ടിപ്പടുത്ത താരമാണ് അല്ലു അർജുൻ. ആ സ്നേഹബന്ധത്തിന്റെ ഏറ്റവും പുതിയ തെളിവായി 20 വർഷത്തിന് ശേഷം വീണ്ടും തിയേറ്ററുകളിൽ എത്തിയ താരത്തിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം ഹാപ്പി കേരളത്തിൽ തരംഗമായി മാറുന്നു. ജൂൺ 12-ന് 4K സാങ്കേതിക വിദ്യയിൽ റിലീസ് ചെയ്ത ചിത്രം പുതിയ തലമുറയെയും പഴയ പ്രേക്ഷകരെയും ഒരുപോലെ തിയേറ്ററുകളിലേക്ക് ആകർഷിച്ചിരിക്കുകയാണ്. എ കരുണാകരൻ സംവിധാനം ചെയ്ത് 2006-ൽ പുറത്തിറങ്ങിയ ഹാപ്പി തെലുങ്ക് സിനിമാ ലോകത്ത് മാത്രമല്ല മലയാളികൾക്കിടയിലും വലിയൊരു വിജയമായിരുന്നു. അന്ന് മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തെത്തിയപ്പോൾ കേരളത്തിൽ മാത്രം തുടർച്ചയായി 150 ദിവസത്തിലധികം ഈ ചിത്രം പ്രദർശിപ്പിക്കപ്പെട്ടിരുന്നു. അല്ലു അർജുന്റെ സ്റ്റൈലിഷ് പ്രകടനവും ജനീലിയ ഡിസൂസയുമായുള്ള കെമിസ്ട്രിയും യുവൻ ശങ്കർ രാജ ഒരുക്കിയ ഹിറ്റ് ഗാനങ്ങളും മലയാളികൾ നെഞ്ചിലേറ്റുകയായിരുന്നു. അന്നു മുതൽ മല്ലു അർജുൻ എന്ന മലയാളികൾ സ്നേഹത്തോടെ വിളിച്ചു തുടങ്ങിയ താരം ഇന്നും കേരളത്തിൽ സ്വന്തം നാട്ടിലെ താരത്തെ പോലെയാണ് ആരാധിക്കപ്പെടുന്നത്. തിയേറ്ററുകളിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഒരു സാധാരണ റിലീസിന്റെ കാഴ്ചകളല്ല, മറിച്ച് മലയാളി പ്രേക്ഷകർ അല്ലു അർജുൻ എന്ന തങ്ങളുടേതായ താരത്തോട് കാത്തു സൂക്ഷിക്കുന്ന അചഞ്ചലമായ സ്നേഹത്തിന്റെ ഉജ്ജ്വലമായ പ്രകടനമാണ്. ചിത്രം റിലീസ് ചെയ്ത ആദ്യ ദിനം മുതൽക്കേ കേരളത്തിലെ തിയേറ്ററുകൾ ഒന്നടങ്കം ഉത്സവലഹരിയിൽ അമർന്നിരിക്കുകയാണ്. കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം തുടങ്ങിയ പ്രമുഖ നഗരങ്ങളിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ടിക്കറ്റുകൾ ലഭ്യമാക്കാത്ത വിധം ഷോകൾ ഹൗസ്ഫുൾ ആയി മാറിയിരിക്കുന്നു. ചിത്രത്തിലെ കാലാതിവർത്തിയായ ഹിറ്റ് ഗാനങ്ങൾ ബിഗ് സ്ക്രീനിൽ തെളിയുമ്പോൾ ആരാധകർ ആവേശഭരിതരായി സീറ്റുകളിൽ നിന്ന് എഴുന്നേറ്റ് സ്ക്രീനിന് മുന്നിൽ ഒപ്പം ചുവടുവെക്കുന്നതും പ്രിയ താരത്തിന്റെ മാസ് എൻട്രികളും ഡയലോഗുകളിലും തിയേറ്ററുകൾ വിറങ്ങലിക്കുന്ന രീതിയിൽ ആർപ്പ് വിളിക്കുന്നതും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിക്കഴിഞ്ഞു. പുഷ്പ പോലുള്ള പാൻ ഇന്ത്യൻ വിജയങ്ങൾ സ്വന്തമാക്കുന്നതിനും വളരെ മുമ്പ് തന്നെ മലയാളികളുടെ സിനിമാ സങ്കല്പങ്ങളിൽ തന്റേതായ ഒരിടം അല്ലു അർജുൻ ഉറപ്പിച്ചിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ സാക്ഷ്യപത്രമാണ് ഈ റിലീസിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വമ്പൻ സ്വീകാര്യത. ഈയിടെ തിയേറ്ററുകളിൽ വൻ വിജയം കൊയ്ത മോഹൻലാലിന്റെ ചോട്ട മുംബൈ, ദേവദൂതൻ തുടങ്ങിയ എക്കാലത്തെയും മികച്ച ക്ലാസിക് ചിത്രങ്ങളുടെ റിലീസ് വേളയിൽ പ്രേക്ഷകർ പ്രകടിപ്പിച്ച അതേ ആവേശവും ജനത്തിരക്കുമാണ് ഇപ്പോൾ ഹാപ്പിക്കും തിയേറ്ററുകളിൽ ദൃശ്യമാകുന്നത് എന്നത് ഈ സിനിമയുടെയും അല്ലു അർജുൻ എന്ന നടന്റെയും കേരളത്തിലുള്ള അസാമാന്യമായ സ്വാധീനത്തെയാണ് എടുത്തുകാട്ടുന്നത്. മലയാള സിനിമയിൽ ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുന്ന റിലീസ് ട്രെൻഡിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നായി അല്ലു അർജുന്റെ ഹാപ്പി മാറിയിരിക്കുന്നു. കേവലം ഒരു പഴയ ചിത്രം തിയേറ്ററിൽ കാണുക എന്നതിലുപരി ഗൃഹാതുരമായ ഒരു കാലഘട്ടത്തെ ഓർത്തെടുക്കാനുള്ള സുവർണാവസരമായാണ് ആരാധകർ ഇതിനെ നോക്കിക്കാണുന്നത്. ചിത്രത്തിന്റെ ഈ വിജയത്തിന് പിന്നിൽ പ്രധാനമായും 3 ഘടകങ്ങളാണുള്ളത്. ഒന്നാമതായി യുവൻ ശങ്കർ രാജയുടെ സംഗീതത്തിൽ ഒരുങ്ങിയ അനശ്വരമായ ഗാനങ്ങൾ ഇന്നും സോഷ്യൽ മീഡിയയിൽ തരംഗമായി തുടരുന്നു എന്നത് പ്രേക്ഷകരെ ആകർഷിക്കുന്നു. രണ്ടാമതായി അല്ലു അർജുന്റെ വിസ്മയിപ്പിക്കുന്ന ഡാൻസ് മൂവുകളും കോമഡി ടൈമിങ്ങും വലിയ സ്ക്രീനിൽ ആസ്വദിക്കാൻ പുതുതലമുറയും പഴയ ആരാധകരും ഒരുപോലെ ആവേശത്തോടെയാണ് എത്തുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മലയാളികൾക്ക് അല്ലു അർജുനോടുള്ള ആഴത്തിലുള്ള സ്നേഹമാണ്. അന്യഭാഷാ നടന്മാരിൽ മറ്റൊരു താരത്തിനും ലഭിക്കാത്ത വിധത്തിലുള്ള സ്വീകാര്യതയാണ് കേരളത്തിൽ അല്ലുവിനുള്ളത്. ഈ ശക്തമായ ആരാധക പിന്തുണയാണ് ഹാപ്പിയുടെ റിലീസിന് ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയമാക്കി മാറ്റാൻ സഹായിക്കുന്നത്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം റിലീസ് ചെയ്ത ആദ്യ ദിനം തന്നെ 27 മുതൽ 30 ലക്ഷം രൂപ വരെയാണ് ചിത്രം കേരളത്തിൽ നിന്ന് ഗ്രോസ് കളക്ഷനായി നേടിയത്. ഈ വർഷം കേരളത്തിൽ റിലീസ് ചെയ്ത തെലുങ്ക് ചിത്രങ്ങളിൽ ഏറ്റവും വലിയ ഓപ്പണിംഗ് നേടിയതും ഹാപ്പിയാണ്. രഥക് ആർട്ടിസ്റ്റിന്റെ ബാനറിൽ ഖാദർ ഹസന്റെ നേതൃത്വത്തിലാണ് ചിത്രം 4K പതിപ്പിൽ തിയേറ്ററുകളിൽ എത്തിച്ചിരിക്കുന്നത്. അല്ലു അർജുന്റെ വരാനിരിക്കുന്ന ചിത്രങ്ങൾക്കായി കാത്തിരിക്കുന്ന മലയാളികൾക്ക് തങ്ങളുടെ പ്രിയ താരത്തിന്റെ പഴയകാല മനോഹര ചിത്രം വീണ്ടും വലിയ സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞത് വലിയൊരു ഹാപ്പി അനുഭവമായി മാറിയിരിക്കുകയാണ്. സിനിമ എന്ന കലയ്ക്ക് കാലത്തിന്റെ അതിർവരമ്പുകളില്ലെന്നും നല്ല സിനിമകൾ എക്കാലത്തും ജനങ്ങൾ ഏറ്റെടുക്കുമെന്നും ഈ റിലീസ് ഒരിക്കൽ കൂടി തെളിയിക്കുന്നു.